യോധ, ഗാന്ധർവം എന്നീ സിനിമകളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച സംവിധായകൻ സംഗീത് ശിവൻ അന്തരിച്ചിരിക്കുകയാണ്. മുംബൈയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം. ഛായാഗ്രഹനും സംവിധായകനുമായിരുന്ന പടിമറ്റത്തിൽ ശിവന്റെയും ഹരിപ്പാട് സ്വദേശിനി ചന്ദ്രമണിയുടെയും മകനായി തിരുവനന്തപുരത്ത് പോങ്ങമ്മൂട്ടിൽ 1959 സംഗീതിന്റെ ജനനം. ശ്രീകാര്യം മലയാളം സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം തിരുവനന്തപുരം MG കോളേജ്, മാർവാനിയസ് കോളേജിലുമായി പ്രീ ഡിഗ്രിയും BCom ബിരുദവും കരസ്ഥമാക്കി. ചെറുപ്രായത്തിൽ കായിക രംഗത്ത് തൽപരനായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാന കായിക വിനോദങ്ങൾ ഹോക്കിയും ക്രിക്കറ്റുമായിരുന്നു. കേരളത്തെയും കേരള സർവകലാശാലയെയും പ്രതിനിധീകരിച്ച നിരവധി മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ചലച്ചിത്ര ലോകത്തെ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ അച്ഛനും സഹോദരനുമാണ്. തൻ്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം 1976 അച്ഛനോടുമൊത്ത് പരസ്യങ്ങളും ഡോക്യുമെൻ്ററികളും ചെയ്യുവാൻ ആരംഭിച്ചു. തുടർന്ന് തൻ്റെ സഹോദരൻ സന്തോഷ് ശിവനുമായി ചേർന്ന് ഒരു പരസ്യ കമ്പനിക്ക് അദ്ദേഹം രൂപം നൽകി. അച്ഛൻ ശിവൻ സംവിധാനം ചെയ്തിരുന്ന ഡോക്യുമെൻ്ററികളിൽ അച്ഛനെ സംവിധാനത്തിൽ സഹായിച്ചിരുന്നത് സംഗീത് ശിവൻ കൂടിയായിരുന്നു. അതിൽ ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത് സന്തോഷ് ശിവനായിരുന്നു. മലയാള ചലച്ചിത്ര സംവിധായകരായ ഭരതനും പത്മരാജനും അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. യുണിസെഫിനായും ഫിലിം ഡിവിഷനായും ഒട്ടേറെ ഡോക്യുമെൻ്ററികൾ സംഗീത് ശിവൻ ചെയ്തിട്ടുണ്ട്. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠനം കഴിഞ്ഞിറങ്ങിയ സഹോദരൻ സന്തോഷ് ശിവൻ ആ സമയത്ത് തിരക്കുള്ള ഒരു ഛായാഗ്രഹകനായി മാറിക്കഴിഞ്ഞിരുന്നു. സന്തോഷ് ശിവനാണ് സ്വന്തമായി ഒരു ചിത്രം എഴുതി സംവിധാനം ചെയ്യുക എന്ന ആശയം സംഗീതിൻ്റെ മനസ്സിൽ പാകുന്നത്. അതുവരെ ഒരു സംവിധാന സഹായി പോലുമായി ജോലി പ്രവർത്തിച്ചിട്ടില്ലാത്ത അദ്ദേഹം അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു. പക്ഷേ സന്തോഷ് ശിവന്റെ നിരന്തരമായ പ്രേരണയായിരുന്നു അദ്ദേഹം സംവിധാന രംഗത്തേക്ക് കടന്നു വരാനുള്ള പ്രധാന കാരണം. സ്വന്തമായ ഒരു ശൈലി സ്വീകരിക്കുവാനും ആദ്യ ചിത്രത്തിൽ വലിയ താരനിരയെ ഒഴിവാക്കി തൻ്റെ സാന്നിധ്യം അറിയിക്കുവാനും അദ്ദേഹത്തെ ഉപദേശിച്ചതും സന്തോഷ് ശിവൻ തന്നെയായിരുന്നു. അങ്ങനെയാണ് 1990 രഘുവരനെയും സുകുമാരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാഗ ഫിലിംസിനു വേണ്ടി വ്യൂഹം എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തു. ചിത്രം വിജയിക്കുകയും അവതരണത്തിലെ പുതുമ പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് മോഹൻലാലിനെ നായകനാക്കി യോധ എന്ന സിനിമ സംവിധാനം ചെയ്തു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായി അത് മാറി. പിന്നീട് ഡാഡി, ഗാന്ധർവം, നിർണയം തുടങ്ങിയ 6ഓളം ചിത്രങ്ങളാണ് സംഗീത് ശിവൻ മലയാളത്തിൽ ഒരുക്കിയത്. ഇഡിയറ്റ്സ് എന്നൊരു ചിത്രം നിർമ്മിക്കുകയും ചെയ്തു സംഗീത് ശിവൻ. സണ്ണി ഡിയോളിനെ നായകനാക്കി സോർ എന്നൊരു ചിത്രമാണ് അദ്ദേഹം ആദ്യം ഹിന്ദിയിൽ സംവിധാനം ചെയ്യുന്നത്. തുടർന്ന് 8ഓളം ചിത്രങ്ങൾ അദ്ദേഹം ഹിന്ദിയിൽ ഒരുക്കി. പ്രമുഖരായ ഒട്ടേറെ ടെക്നീഷ്യൻസിനൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ മലയാള ചിത്രങ്ങൾക്കും ക്യാമറ ചലിപ്പിച്ചത് സന്തോഷ് ശിവനായിരുന്നു. യോധയിലൂടെ AR റഹ്മാനെ മലയാളത്തിൽ എത്തിച്ചതും സംഗീത് ശിവനാണ്. ഹിന്ദി സംഗീത സംവിധായകനായ അഘോഷിന് തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്രേക്ക് നൽകിയതും സംഗീത് ശിവനായിരുന്നു. സംഗീതിൻ്റെ ബന്ധുക്കളായ സഞ്ജീവ് ശങ്കറും മനോജ് സിദ്ദിയും മലയാളത്തിൽ ഛായാഗ്രഹകരാണ്. മറ്റൊരു ബന്ധു സുബിൻ സുരേന്ദ്രൻ സംവിധാന രംഗത്തുമുണ്ട്. എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമാണ് സംഗീത് ശിവന്റെ വിനിയോഗമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സംഗീത് ശിവന് ക്ലാപ്പിൻ്റെ വക എല്ലാ ആദരാഞ്ജലികളും നേരുന്നു.